നിങ്ങൾ കുറച്ചധികം യാത്ര ചെയ്യുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ യാത്രകളെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ യാത്രയിൽ നിർബന്ധമായിട്ടും നിങ്ങൾ കരുതിയിരിക്കേണ്ട കുറച്ച് ഗാഡ്ജറ്റുകളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രസന്റ് ചെയ്യുന്നത്. ഇവിടെ പറയാൻ പോകുന്ന എല്ലാ ഗാഡ്ജറ്റുകളും നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടുന്നവ തന്നെയാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഇത്തരം ഗാഡ്ജറ്റുകൾ ഇന്ത്യയിലെ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിലൂടെ വാങ്ങാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇവിടെ പറയാൻ പോകുന്ന ഗാഡ്ജറ്റുകളെല്ലാം നമുക്ക് നമ്മുടെ യാത്രാ ബാഗിൽ വളരെ കംഫർട്ടോടു കൂടി തന്നെ ഉൾക്കൊള്ളിക്കാവുന്ന ഗാഡ്ജറ്റുകളാണ്. നിങ്ങൾ ഇടയ്ക്കിടെ യാത്ര ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇതുപോലെയുള്ള ഗാഡ്ജറ്റുകൾ തിരഞ്ഞെടുക്കുമ്പോൾ അത് മികച്ച ഒരു ബ്രാൻഡിൻ്റെ ഉൽപ്പന്നം വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് നമ്മളൊരു ലോക്കൽ ബ്രാൻഡോ അല്ലെങ്കിൽ ലോക്കൽ പർച്ചേസ് ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു ബ്രാൻഡ് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവുകയും പിന്നീട് നമുക്കവ ഉപയോഗിക്കാൻ സാധിക്കാത്ത വിധത്തിൽ ആവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ഒരു ബ്രാൻഡിൻ്റെ ഉൽപ്പന്നമായിരിക്കും വാങ്ങാൻ ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യമായി കൊണ്ടുപോകേണ്ട ഒരു വസ്തുവാണ് യൂണിവേഴ്സൽ അഡാപ്റ്ററുകൾ എന്നുള്ളത്. നമുക്ക് ഫോണോ മറ്റ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളോ ചാർജ് ചെയ്യാൻ ഇത് അത്യാവശ്യമാണ്. മറ്റ് രാജ്യങ്ങളിൽ പോകുമ്പോഴും ചിലപ്പോൾ ഇന്ത്യയിൽ തന്നെ ചില ഹോട്ടലുകളിൽ പോലും നമുക്ക് നമ്മുടെ ചാർജറുകൾ പ്ലഗ് ചെയ്യാൻ സാധിക്കണമെന്നില്ല. ലാപ്ടോപ്പോ ഫോണോ ചാർജ് ചെയ്യുക എന്നത് അത്യാവശ്യമായിട്ടുള്ള ആളുകൾ എപ്പോഴും യൂണിവേഴ്സൽ അഡാപ്റ്റർ ബാഗിൽ കരുതണം. പല ബ്രാൻഡുകളുടെയും യൂണിവേഴ്സൽ അഡാപ്റ്ററുകൾ ഇന്ത്യയിൽ ലഭ്യമാണ്. ഇതിൽ മികച്ചവ നമുക്ക് തിരഞ്ഞെടുക്കാം. യൂണിവേഴ്സൽ അഡാപ്റ്ററുകൾ വിലയും പൊതുവെ കുറവായിരിക്കും. ഇനി രണ്ടാമതായി നമ്മൾ കരുതേണ്ട ഒരു വസ്തുവാണ് പവർ ബാങ്ക് എന്നുള്ളത്. യൂണിവേഴ്സൽ അഡാപ്റ്റർ പോലെ തന്നെ പ്രധാനമാണ് പവർ ബാങ്കുകൾ. നമ്മുടെ ഫോൺ ഓഫാകാതിരിക്കാൻ മികച്ച പവർ ബാങ്കുകൾ കയ്യിൽ കരുതുക. ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് യാത്ര ചെയ്യുന്നവരൊക്കെ വലിയ പവർ ബാങ്കുകൾ തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കുക. 5000 mAh മുതൽ 10000 mAh, 20000 mAh എന്നിങ്ങനെ ബാറ്ററി കപ്പാസിറ്റിയുള്ള പവർ ബാങ്കുകൾ ഇന്ന് ഇന്ത്യയിൽ ലഭ്യമാണ്. മിക്കവരുടെയും ഫോണുകൾ 5000 mAh ബാറ്ററിയോ അതിനടുത്ത കപ്പാസിറ്റിയുള്ള ബാറ്ററിയോ ഉള്ളവ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് പവർ ബാങ്കുകൾ വാങ്ങി യാത്ര ചെയ്യുമ്പോൾ കൂടെ കൂട്ടുക. യാത്രകളിൽ അത്ര നിർബന്ധമല്ലെങ്കിലും നമ്മുടെ യാത്രകളെ രസകരമാക്കുന്നതിൽ പാട്ടുകൾക്കുള്ള പങ്ക് വളരെ വലുതാണ്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ഇയർഫോൺ ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. എന്നാൽ മറ്റ് ആളുകൾക്കൊപ്പം യാത്ര ചെയ്യുമ്പോൾ ബ്ലൂടൂത്ത് സ്പീക്കറുകൾ കൊണ്ടുപോകുന്നതാണ് നല്ലത്. ഇപ്പോൾ ക്യാമ്പ് ഫയർ നടത്തുമ്പോഴും മറ്റും പാട്ടുകൾ വെക്കാൻ ബ്ലൂടൂത്ത് സ്പീക്കറുകൾ സഹായിക്കും. മികച്ച ധാരാളം ബ്ലൂടൂത്ത് സ്പീക്കറുകൾ ഇപ്പോൾ ഇന്ത്യയിൽ ലഭ്യമാണ്. ക്യാമ്പ് ചെയ്യുന്നവരും മറ്റും ബ്ലൂടൂത്ത് സ്പീക്കറുകൾ വാങ്ങുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ യാത്രാ പ്രേമികൾക്ക് അത്യാവശ്യമായിട്ട് കയ്യിൽ കരുതേണ്ട ഒരു കാര്യമാണ് ആക്ഷൻ ക്യാമറകൾ എന്നുള്ളത്. യാത്ര ചെയ്യുമ്പോൾ ആ യാത്രകൾ എപ്പോഴും ഓർമ്മിച്ച് വെക്കാനുള്ള ഫോട്ടോകളും വീഡിയോകളും എടുക്കുന്നവരാണ് നമ്മളെല്ലാവരും. മൊബൈൽ ക്യാമറകൾ മികച്ച ക്വാളിറ്റിയുള്ള ഫോട്ടോകൾ എടുക്കാൻ നമ്മളെ സഹായിക്കാറുമുണ്ട്. എന്നാൽ സാഹസികമായ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ബൈക്കിൽ യാത്ര ചെയ്യുമ്പോഴുമെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ആക്ഷൻ ക്യാമറകൾ. ആക്ഷൻ ക്യാമറകൾ മികച്ച ക്വാളിറ്റിയുള്ള ഫോട്ടോകളും വീഡിയോകളും എടുക്കാൻ സഹായിക്കുന്നു. യാത്രയുമായി ബന്ധപ്പെട്ട വ്ളോഗിംഗ് ചെയ്യുന്ന ആളുകൾക്കെല്ലാം സഹായകരമാവുന്നതാണ് ആക്ഷൻ ക്യാമറകൾ. വലിയ ക്യാമറ കൊണ്ടു നടക്കുന്ന ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ആക്ഷൻ ക്യാമറകൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ ആക്ഷൻ ക്യാമറ പറഞ്ഞ പോലെ തന്നെ മൊബൈൽ ഉപയോഗിച്ച് വീഡിയോഗ്രാഫിയോ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിയോ നടത്തുന്നവർക്ക് അത്യാവശ്യമായിട്ടുള്ള മറ്റൊരു ഗാഡ്ജറ്റാണ് മൊബൈൽ ക്യാമറ ഗിംബലുകൾ. യാത്രകൾക്കിടയിൽ മൊബൈൽ വീഡിയോകൾ എടുക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. റീൽസ് പോലെയുള്ള ഷോർട്ട് വീഡിയോകൾക്കായാണ് മിക്കവരും ഇത്തരം വീഡിയോകൾ എടുക്കുന്നത്. നിങ്ങൾക്ക് മനോഹരമായ ഒരു സ്ഥലത്തിൻ്റെ വീഡിയോ എടുത്താൽ അത് സ്റ്റെബിലൈസ്ഡ് അല്ലെങ്കിൽ വിറയലും മറ്റും ഉണ്ടാകും. നിങ്ങളുടെ വീഡിയോകൾ മോശമാകാൻ ആ ഒരു വിറയൽ മതിയാകും. അതുകൊണ്ട് തന്നെ സ്മാർട്ട് ഫോണുകൾക്ക് യോജിച്ച മികച്ച ഗിംബലുകൾ യാത്രകളിൽ കൊണ്ടുപോകുന്നത് മികച്ച തീരുമാനമായിരിക്കും. സ്റ്റെബിലൈസ്ഡ് ആയ വീഡിയോകളും റീൽസും എല്ലാം ഷൂട്ട് ചെയ്യാൻ ഈ ഗിംബലുകൾ നിങ്ങളെ സഹായിക്കും. ഇനി നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരുന്നാലേ നമ്മുടെ യാത്രകൾ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ശുദ്ധമല്ലാത്ത വെള്ളമാണ് നമ്മൾ കുടിക്കുന്നത് എങ്കിൽ നമ്മുടെ യാത്ര തന്നെ പകുതിയിൽ നിർത്തേണ്ടി വരും. മോശം വെള്ളത്തിലൂടെ പല അസുഖങ്ങളും വന്നേക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ കയ്യിൽ കരുതേണ്ട യാത്രയിൽ കരുതേണ്ട മറ്റൊരു വസ്തുവാണ് വാട്ടർ പ്യൂരിഫയർ ബോട്ടിലുകൾ. സാധാരണ വാട്ടർ ബോട്ടിൽ പോലെയുള്ള ഇവ അതിനകത്ത് ഒഴിച്ചിരിക്കുന്ന വെള്ളത്തെ ശുദ്ധീകരിക്കാൻ സാധിക്കുന്ന ഗാഡ്ജറ്റാണ്. വിവിധ ബ്രാൻഡുകളുടെ വാട്ടർ പ്യൂരിഫയർ ബോട്ടിലുകൾ ഇന്ന് ഇന്ത്യയിൽ ലഭ്യമാണ്. ഇനി യാത്രികരെ സംബന്ധിച്ചിടത്തോളം
GPS എന്നുള്ളത് ഒരു പ്രധാന ഘടകമാണ്. വഴികൾ കണ്ടെത്താനും ഓരോ സ്ഥലങ്ങൾ കണ്ടെത്താനും ഒക്കെ GPS നമ്മളെ സഹായിക്കും. അപ്പോൾ എപ്പോഴും നമുക്ക് നമ്മുടെ ഫോൺ ഉപയോഗിച്ച് GPS ഉപയോഗിക്കുന്നതിലേറെ ഉപകാരപ്രദമാണ് ഒരു സ്മാർട്ട് വാച്ച് ഉപയോഗിച്ച് GPS ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ യാത്രയിൽ കരുതേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഗാഡ്ജറ്റാണ് നമ്മുടെ GPS ഉള്ള സ്മാർട്ട് വാച്ചുകൾ എന്നുള്ളവ. ട്രക്കിങ്ങിനും മറ്റും പോകുന്ന ആളുകൾക്ക് ഏറെ ഉപയോഗിക്കപ്പെടുന്നവയാണ് GPS ഉള്ള സ്മാർട്ട് വാച്ചുകൾ. നിങ്ങൾക്ക് ഇത്തരം സ്മാർട്ട് വാച്ചുകൾ കുറഞ്ഞ വിലയിൽ പോലും ഇപ്പോൾ ലഭ്യമാണ്. ഇനി യാത്ര ചെയ്യുന്ന ആളുകൾ, പ്രത്യേകിച്ചും ട്രക്കിംഗ്, ക്യാമ്പിംഗ് എന്നിവയെല്ലാം ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ നിർബന്ധമായും കൊണ്ടു നടക്കേണ്ടവയാണ് ലൈറ്റുകൾ. സോളാർ പവറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ പോലും ഇന്ന് കുറഞ്ഞ വിലയിൽ ലഭ്യമാണ്. യാത്ര ചെയ്യുമ്പോൾ ഇത്തരം ലൈറ്റുകൾ നിങ്ങളുടെ ബാഗിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇത് വലിയ ഗുണം ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഈ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ ഈ വീഡിയോക്കൊരു ലൈക്ക് നൽകുക. അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്.